ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാൻ ഇന്നുള്ളത് മൈസൂരാണ്. മൈസൂർ സെൻറ്റ് ഫിലോമിന ചർച്ച് കാണാൻ വന്ന സെൻറ്റ് ഫിലോമിന ചർച്ചിൻ്റെ ഭാഗങ്ങളാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും ട്രാവൽ സിറ്റി 916 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ നമ്മൾ ചർച്ചിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിലാണുള്ളത്. ഇവിടെ നിന്ന് തന്നെ ചർച്ചിൻ്റെ മുകൾ ഭാഗം ഏതാണ്ട് പകുതിയോളം നമുക്ക് കാണാൻ കഴിയും. തല ഉയർത്തി നിൽക്കുന്ന കാഴ്ച. പതിനാല് വയസ്സുപോലും പ്രായമില്ലാത്ത ഒരു രാജകുമാരിയുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സെന്റ് ഫിലോമിന ചർച്ചിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കാദ്യം ചർച്ചിനെ കുറിച്ച് നോക്കാം. സെന്റ് ഫിലോമിന കത്തീഡ്രൽ എങ്ങനെ ലോകം മുഴുവൻ അറിയുന്നു എന്ന് നാം മനസ്സിലാക്കണം. മൈസൂരുവിലെ സെന്റ് ഫിലോമിന ചർച്ച് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ്. ഇതിന് ഏതാണ്ട് 250 വർഷത്തിലേറെ പഴക്കമുണ്ട്. 1799 മൈസൂർ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണത്തു നിന്നും മൈസൂർ നഗരത്തിലേക്ക് മാറ്റിയപ്പോൾ നിരവധി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും മൈസൂരിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ അവർക്കൊക്കെ മൈസൂരുവിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അവർക്ക് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒരു ക്രിസ്തീയ സഭയുടെ ആവശ്യകത മനസ്സിലാക്കിയ മഹാരാജ കൃഷ്ണരാജ വോഡയാർ മൂന്നാമൻ അവർക്ക് പള്ളി പണിയാൻ അനുമതി കൊടുക്കുകയും അങ്ങനെ അവർക്ക് സ്ഥലം വിട്ടു നൽകുകയും ചെയ്തു. അതിനുവേണ്ട ധനം സംഭാവനയായും നൽകി. അങ്ങനെ അവിടെ ഒരു ചെറിയ പള്ളി പണി കഴിപ്പിച്ചു. ഇനി നമ്മൾ ചർച്ചിന്റെ അകത്തെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. പിന്നീട് നഗരം വികസിക്കുകയും നഗരത്തിലെ ക്രൈസ്തവ ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ചെറിയ പള്ളിയുടെ പോരായ്മ മനസ്സിലാക്കിയ മഹാരാജ കൃഷ്ണരാജ വോഡയാർ നാലാമൻ തൻ്റെ മുത്തച്ഛൻ സ്ഥാപിച്ച പഴയ പള്ളി പൊളിച്ച് പുതിയ പള്ളി പണിയാൻ ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ 1933 ഒക്ടോബർ മാസം 28 പുതിയ പള്ളിയുടെ അടിസ്ഥാനം സ്ഥാപിച്ചത്. ഡാലി എന്ന ഫ്രഞ്ചുകാരൻ ആണ് പള്ളി രൂപകൽപ്പന ചെയ്തത്.
നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് പള്ളീൻ്റെ ബിൽഡിംഗ് രീതികളാണ്. നല്ല വലിയ ഗോപുരങ്ങളും അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. നമ്മൾ പള്ളിയുടെ ചരിത്രം പറയുമ്പോൾ മൈസൂരുവിലെ സെൻറ്റ് ഫിലോമിന കത്തീഡ്രൽ എങ്ങനെ ലോകം മുഴുവൻ അറിയപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കണം. സെൻറ്റ് ഫിലോമിന AD 291 ജനുവരി 10 ഗ്രീസിലാണ് ജനിച്ചത്. ലാറ്റിൻ ഭാഷയിൽ പ്രകാശത്തിന്റെ മകൾ എന്ന അർത്ഥമുള്ള ഫിലു ലൂമിനസ് എന്നായിരുന്നു ഫിലോമിനയുടെ പേര്. ഗ്രീസിലെ ഒരു ചെറിയ പട്ടണത്തിലെ രാജകുടുംബത്തിൽ ജനിച്ച ഫിലു ലൂമിനസ് എന്ന ഫിലോമിന ഒരു രാജകുമാരിയായിരുന്നു. ഏതാനും വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു നാൾ റോമിലെ ഡയോക്ലീഷ്യസ് ചക്രവർത്തി തങ്ങളുടെ രാജ്യവും കൊട്ടാരവും പിടിച്ചടക്കാൻ വരുന്നു എന്ന് അവർ അറിഞ്ഞു. ഫിലു ലൂമിനസിന്റെ മാതാപിതാക്കൾ കുടുംബസമേതം റോമിലെ ഡയോക്ലീഷ്യസിന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. കൊട്ടാരത്തിലെത്തിയ അവർ ചക്രവർത്തിയെ കണ്ട് തങ്ങളുടെ രാജ്യവും കൊട്ടാരവും ആക്രമിക്കരുത് എന്ന് കേണപേക്ഷിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് പള്ളീൻ്റെ സെൻട്രൽ ഹാളിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേ പോയി അവിടെ ഒരു മാതാവിൻ്റെ രൂപമൊക്കെ സ്റ്റാച്ചു ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് നേരെ നമ്മൾ കയറി പോകുന്നത് പിന്നെ പള്ളീൻ്റെ പുറത്ത് വശത്തേക്കാണ് കയറി പോകുന്നത്. എന്നാൽ ഡയോക്ലീഷ്യസ് ചക്രവർത്തിയുടെ കണ്ണുകൾ 13 വയസ്സു മാത്രം പ്രായമായ ഫിലു ലൂമിനസ് എന്ന രാജകുമാരിയിലായിരുന്നു. കുമാരിയെ കണ്ട് മതിമറന്ന ചക്രവർത്തി തങ്ങളുടെ ഈ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നാൽ നിങ്ങളുടെ രാജ്യം പിടിച്ചെടുക്കാനോ ആക്രമിക്കാനോ വരില്ല എന്ന് വാക്കു നൽകി. ഇതു കേട്ട ഫിലു ലൂമിനസിന്റെ മാതാപിതാക്കൾ അതിന് സമ്മതം മൂളി. എന്നാൽ ഫിലോമിന ചക്രവർത്തിയെ നിരസിച്ചു. തനിക്ക് സമ്മതം അല്ല എന്നറിയിച്ചു. താൻ ദൈവത്തിന്റെ മണവാട്ടിയാകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ചക്രവർത്തിയെ വിവാഹം ചെയ്യുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. പള്ളീൻ്റെ സെൻട്രൽ ഹാളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ മാതാവിൻ്റെ രൂപമൊക്കെ കണ്ടിട്ട് നമ്മൾ അതിനകത്തുകൂടെ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശവക്കോട്ടേൻ്റെ അകത്തുകൂടെയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. ഇവിടെ എല്ലാം ചുമരയിൽ അടക്കം ചെയ്ത ആൾക്കാരുടെ പേരുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ശവം അടക്കിയ ആൾക്കാരുടെ പേരുകൾ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അത് 2 സൈഡിലുണ്ട്. ശരിക്കും ശവക്കോട്ടേൻ്റെ അകത്തുകൂടെയാണ് നമ്മളിപ്പം പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നത്. ഇതു കേട്ട് ക്ഷുഭിതനായ ചക്രവർത്തി ചാട്ടവാറ് കൊണ്ടടിച്ചും മൃഗീയ പീഡനങ്ങൾ കൊണ്ടും അവശയായ ഫിലോമിനയെ അവസാനം ശിരച്ഛേദം ചെയ്ത് കൊലപ്പെടുത്തി. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം 1802 മെയ് 25 റോമിലെ സെന്റ് ഫ്ലിസ്കയിലെ കാറ്റക്കോമ്പകളിൽ നിന്നാണ് ഫിലു ലൂമിനസ് എന്ന ഫിലോമിനയുടെ ശവകുടീരം കണ്ടെത്തുന്നത്. ആ കന്യകയായ രാജകുമാരിയുടെ രക്തം പുരണ്ട ഒരു പാത്രവും അവിടെ നിന്നും കണ്ടെത്തി. കൂടാതെ ഫിലോമിനയെപ്പറ്റി രേഖപ്പെടുത്തിയ 3 പാളികളും കണ്ടെത്തി. പിന്നീട് റോമിലും മറ്റു പള്ളികളിലും ഫിലോമിനയുടെ തിരു അവശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്നു. നമ്മൾ പള്ളീൻ്റെ അകത്തെ കാഴ്ചകളെല്ലാം കണ്ട് അതിലും അകത്തൂടെ എല്ലാം കയറി ഇപ്പോൾ നമ്മൾ വീണ്ടും പള്ളീൻ്റെ പുറത്തെ ഭാഗത്തെത്തി. ഇപ്പോൾ തിരു അവശേഷിപ്പിന്റെ ഭാഗം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കർണാടകയിലെ മൈസൂരുവിൽ സെന്റ് ജോസഫ് എന്ന കത്തീഡ്രലിനുള്ളിൽ അൽത്താരയ്ക്ക് തൊട്ടടുത്തുള്ള പടിക്കെട്ടുകൾ ഇറങ്ങിച്ചെന്നാൽ ഭൂമിക്കടിയിലൂടെ ചെല്ലുമ്പോൾ ഫിലു ലൂമിനസ് എന്ന ഫിലോമിനയുടെ ഭൗതിക തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ദേവാലയം ഇപ്പോൾ അറിയപ്പെടുന്നത് സെന്റ് ഫിലോമിന കത്തീഡ്രൽ എന്നാണ്.
1858 ഫ്രാൻസിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ രൂപത്തിൻ്റെ അതേ പ്രതിരൂപമാണ് ഇവിടെ ഈ സ്റ്റാച്യു രൂപത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ആ മാതാവിൻ്റെ സ്റ്റാച്യു ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഇവിടെ രൂപകൽപ്പന ചെയ്തത് 2015 മെയ് മാസത്തിലാണ്. നമ്മൾ പോകുന്നത് ഈ ഗ്രോട്ടോൻ്റെ അകത്തെ വശത്തേക്കാണ്. ഇതൊരു ശരിക്കൊരു പാറക്കൂട്ടം, വലിയൊരു പാറക്കല്ല് ചെയ്തു വെച്ചതുപോലെ ചെയ്തു വെച്ചാൽ അതിൻ്റെ അകത്തെ നമുക്ക് കയറി പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ആ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും സെൻറ്റ് ഫിലോമിന ചർച്ചിലെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.